ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സുപ്രഭാതത്തിൽ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ച സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് 3 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളിൽ ദൈവം എന്താണ് നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് വലിയവനായ ദൈവം മോശ മുഖാന്തരം ഫറവോന് കൊടുക്കുന്ന ഒരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്. വലിയവനായ ദൈവം ഇനിയും നിങ്ങളെ ശിക്ഷിക്കുവാനായിട്ട് പോവുകയാണ്, നിങ്ങളുടെ മേൽ ഇനിയും ബാധകൾ വരുത്തുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നീ തന്നെത്താൻ താഴ്ത്തി ദൈവത്തിൻ്റെ മക്കളെ അവിടെ നിന്ന് അയക്കണം എന്ന് പറയുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് റിപ്പന്റ് ഓഫ് ദ ഐഡൽസ് ഓഫ് ദ ഫ്ലഷ് ഓർ ഗോഡ് വിൽ യൂസ് ദം ടു ജഡ്ജ് യു. നാം നമ്മുടെ ജഡികമായിരിക്കുന്ന ചില ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ നാം വിട്ടുമാറി ദൈവസന്നിധിയിലേക്ക് വരിക, അല്ലെന്നുണ്ടെങ്കിൽ അത് മൂലമായിട്ട് ദൈവം നമ്മെ ന്യായം വിധിക്കും എന്നുള്ളതായ ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. ഇപ്രകാരമാണ് കാണുന്നത്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യം. അങ്ങനെ മോശയും അഹറോനും ഫറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ, എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ഈ പ്രാവശ്യവും മോശയും അഹറോനും കൂടെ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്. എല്ലാ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം ഇവിടെയും റിപ്പീറ്റ് ചെയ്യുകയാണ്. എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് പറയുന്നത്? എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും? അതിഭയങ്കരമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഫറവോനോട് മാത്രമല്ല, ഇന്ന് വിശ്വാസികളായിരിക്കുന്ന നമ്മോടും വലിയവനായ ദൈവം, നമ്മുടെ കർത്താവ് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സിലായിരിക്കും? ഇന്ന് നാം ക്രിസ്തീയ ഗോളത്തിൽ നാം നോക്കുമ്പോൾ അനേകരും ആ ലൂസിഫറിൻ്റെ ആ സഹോദരന്മാരായി തീർന്നിരിക്കുകയാണ്. അഹങ്കാരം കൊണ്ട്, അഹംഭാവം കൊണ്ട് ജനങ്ങൾ വളരെ വളരെ ഉയർന്ന അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവം വീണ്ടും വീണ്ടും അവരോട് ചോദിക്കുകയാണ്, എത്രത്തോളം നിങ്ങൾ ഈ അഹംഭാവം കാണിക്കും? എത്രത്തോളം നിങ്ങൾ ഈ അഹങ്കാരം കാണിക്കും? അഹങ്കാരവും അഹംഭാവവും ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു പാവമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്, നമ്മുടെ അഹംഭാവം ഒന്ന് കുറയ്ക്കുവാൻ, നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ ദൈവം വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്. പല കാര്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്, പല അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നുണ്ട്. എങ്കിലും നമ്മുടെ അഹംഭാവത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ തന്നെത്താൻ നമ്മളെ താഴ്ത്തുവാൻ, ദൈവസന്നിധിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തിയായിരുന്നെങ്കിൽ ഇന്ന് സഭകളിൽ, കുടുംബങ്ങളിൽ നടക്കുന്ന അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് സാധിക്കും. വലിയവനായ ദൈവം ഈ നമ്മോട് ചോദിക്കുന്ന ചോദ്യം, അത് നമ്മളൊന്ന് അംഗീകരിക്കുവാൻ, അത് നാം ഒന്ന് മനസ്സിലാക്കുവാൻ, അല്പസമയം അതിന് മുമ്പാകെ ഒന്ന് ഇരുന്ന് വിചിന്തനം ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സിലായിരിക്കും? നമ്മുടെ മനസ്സിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. എപ്രകാരമാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്? ഫറവോനോട് പറയുകയാണ്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അതാണ് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ജനം എന്നെ ആരാധിക്കണം. 4-ാം വാക്യത്തിൽ, എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സിലായെങ്കിൽ ഞാൻ നിന്നെ രാജ്യത്തെ വെട്ടിക്കിളി വരുത്തും. അടുത്ത ദൈവത്തിൻ്റെ ബാധയാണ്, ഒരു വെട്ടിക്കിളി വരുത്തുവാനായിട്ട് പോകുന്നു. അതിൻ്റെ ക്വാണ്ടിറ്റി അത് നമുക്ക് 5-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നിലം കാണുവാൻ വഹിയാതെ വണ്ണം
അവ ഭൂതലത്തെ മൂടുകയും ചെയ്യും, നിലം കാണാതെ വണ്ണം. എന്ന് പറഞ്ഞാൽ മിസ്രയീമിലുള്ളതായ എല്ലാ ദേശത്തിൻ്റെ മേലും വെട്ടുക്കിളി മാത്രമേ കാണുകയുള്ളൂ, മറ്റൊന്നിനെയും കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതേ രീതിയിൽ വെട്ടുക്കിളിയെ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് പോകുകയാണ്. പിന്നെയും പറയുന്നത്, കൽമഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നത് പറമ്പിൽ തളിർത്ത് വളർന്ന സകല വൃക്ഷവും തിന്നുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നാം കാണുകയുണ്ടായി, ചെറിയതായിട്ട് വളർന്നു വരുന്നതായ വൃക്ഷങ്ങളൊന്നും അന്ന് കൽമഴ മുഖാന്തരമായിട്ട് നശിച്ചു പോയില്ല. എന്നാൽ ഇത് മുഖാന്തരമായിട്ട് അത് മുഴുവനും നശിക്കുവാനായിട്ട് പോവുകയാണ്, എല്ലാത്തിനും തിന്നുകളയും. 6-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ ഗ്രഹങ്ങളും നിൻ്റെ സകല ഭൃത്യന്മാരുടെയും സകല മിസ്രയീമ്യരുടെയും വീടുകളും അതുകൊണ്ട് നിറയും. നോക്കുക, എത്രയോ ദയനീയമായ അനുഭവമാണ്. നിൻ്റെ പിതാക്കന്മാരെങ്കിലും പിതാക്കന്മാരെങ്കിലും ഭൂമിയിലിരുന്ന കാലം മുതൽ ഇന്ന് വരെയും അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല. നോക്കുക, അത്രമാത്രം ഒരിക്കലും അവർ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളതായ വെട്ടിക്കിളികളെ കൊണ്ട് ലോകം മുഴുവൻ മിസ്രയീം ദേശം മുഴുവനും നശിപ്പിക്കുവാനായിട്ട് ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. ആ കാര്യമാണ് മോശ ഇവിടെ പറയുന്നത്. മോശ ഒരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ്. വലിയവനായ ദൈവം എപ്പോഴും ആ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, പറയുകയാണ്, നിൻ്റെ ആ അഹംഭാവം നീ ഒന്ന് കുറയ്ക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നീ മനം തിരിഞ്ഞില്ലെങ്കിൽ നിന്നെയും നിൻ്റെ ദേശത്തെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം വെട്ടിക്കിളിയെ കൊണ്ടുവരും എന്ന് പറയുകയാണ്. പ്രിയവിശ്വാസികളെ, നാം മാനസാന്തരപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ, നാം മനം തിരിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ, നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ചയില്ലെന്നുണ്ടെങ്കിൽ, നിശ്ചയമായും ദൈവത്തിൻ്റെ ആ ശിക്ഷ, ദൈവത്തിൻ്റെ ആ പണിഷ്മെൻറ്റ്, ആ ദൈവത്തിൻ്റെ ന്യായവിധി വിശ്വാസികളുടെ മേലും വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം കേൾക്കാത്തവരെ ദൈവം അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം മുഖാന്തരമായിട്ട് അവരെ ന്യായം വിധിക്കും. റോമാലേഖനം 2:15. നാം ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ ഇഗ്നോർ ചെയ്യുന്നവരാണോ, അതിനെ നാം മറികടന്നു പോകുന്നവരാണോ, നാം ദൈവവചനത്തിന് വേണ്ടുന്നതായ സ്ഥാനം കൊടുക്കാതെ വീണ്ടും അഹംഭാവത്തിലേക്കും പാപത്തിലേക്കും നാം പോകുന്നവരാണോ? നാം വീണ്ടും കാണുന്നത്, God's warning that he will bring judgment upon the idols of the world. ഈ മിസ്രയീമ്യ ദേവന്മാരെ പോലും ദൈവം ന്യായം വിധിക്കും എന്നുള്ളതായൊരു മുന്നറിയിപ്പം ഇവിടെ നാം കാണുകയാണ്. നാം മറ്റുള്ളതായ ആ ബാധകളൊക്കെയും വരുമ്പോഴും അവരെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതായ ദേവന്മാർക്കെതിരായിട്ടുള്ളതായൊരു പ്രവർത്തനം ആയിരുന്നു. ഇവിടെയും നാം കാണുന്നത്, ഈ വിളകളെയെല്ലാം നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ആ ഈജിപ്ഷ്യനിലുള്ളതായ ഒരു സേത്ത് എന്ന് പറയുന്ന ഒരു ദേവൻ ഉണ്ടായിരുന്നു. അത് വിളകളെ സംരക്ഷിക്കുന്നവനാണ് എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്നത്, നിങ്ങളുടെ വിളകളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതായ ആ ദേവന് എതിരായിട്ടാണ് വലിയവനായ ദൈവത്തിൻ്റെ ന്യായവിധി വരുവാനായിട്ട് പോകുന്നത്. ദൈവം ഏത് രീതിയിലും ദൈവം രക്ഷിക്കുവാനായിട്ട്, ലോകത്തെ രക്ഷിക്കുവാൻ, ജനങ്ങളെ രക്ഷിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, ഇന്ന് നമ്മോടും വലിയവനായ ദൈവം ഇതുപോലെയുള്ളതായ മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. നമ്മുടെ ഹൃദയത്തെ നാം താഴ്ത്തി ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടുകൊണ്ട് വരണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ വലിയ ശിക്ഷകൾ നമ്മളുടെ മേലും വരും എന്നുള്ളതായ വലിയ ഒരു അറിവാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വചന മുഖാന്തരമായിട്ട് ഇത് ഫറവോന് വേണ്ടി മാത്രമല്ല, മിസ്രയീമ്യർക്ക് വേണ്ടി മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് വിശ്വാസികളായിരിക്കുന്ന നമ്മോടുകൂടെ പറയുന്ന ഒരു വലിയ ഒരു മുന്നറിയിപ്പാണ്, വലിയ ഒരു താക്കീതാണ് ഇത് നമുക്ക് കാണുവാനായിട്ട്. അതുകൊണ്ട് നാം സ്വയം മനസ്സാൽ ഏറ്റെടുത്തുകൊണ്ട് നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ നാം മാനസാന്തരപ്പെട്ട് മനോഭാവത്തോടുകൂടെ നമുക്ക് വരുവാൻ വലിയവനായ ദൈവം ഈ വചന മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.